ഇതിനു വേണ്ടി ആവശ്യമുള്ള വസ്തുക്കൾ വീട്ടിലുള്ള ഒരു പഴകിയ ചീനച്ചട്ടി, ഇരുമ്പ് ചട്ടി, ഒരു 2 ടീസ്പൂൺ. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ ഇട്ട പാടെ നമ്മുടെ നരച്ച മുടി കംപ്ലീറ്റ് ആയിട്ട് കറക്കാൻ വേണ്ടിയിട്ടുള്ള 100% നേച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഇത് യൂട്യൂബിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ ഡോക്ടർ രാജേഷ് കുമാർ സാർ ഷെയർ ചെയ്തിട്ടുള്ള നേച്ചുറൽ ആയിട്ടുള്ള 1% പോലും കെമിക്കൽ ആഡ് ചെയ്യാത്ത ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഹെയർ ഡൈന്റെയും ഹെയർ ഓയിലിന്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലും ഹെയർ ഡൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് വെളുത്ത മുടി കറുക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു തവണ ഇട്ടത് നമ്മുടെ മുടി ഒരിക്കലും കറുക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു 1 മന്ത് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ നരച്ച മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ നരച്ച മുടി കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വെളുക്കില്ല. അതാണ് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. പക്ഷെ ഈ ഒരു ഹെയർ ഡൈ എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇട്ടപാടെ നമ്മുടെ നരച്ച മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആവും. പക്ഷെ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് താൽക്കാലികം മാത്രമായിരിക്കും. ചിലർക്ക് 1 മാസം, ചിലർക്ക് 2 മാസം, ചിലർക്ക് 3 മാസം വരെ ഈ ഒരു ഹെയർ ഡേ നമുക്ക് അങ്ങനെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞാൽ പഴയപടി തന്നെ നമ്മുടെ മുടി വെളുക്കാൻ തുടങ്ങും. വീണ്ടും നമ്മൾ ഒരു 2-3 മാസം കൂടുമ്പോൾ ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഹെയർ ഡേയും ഹെയർ ഓയിലും തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ രണ്ടും 100% നേച്ചുറൽ ആണ്. അത് കാരണം തന്നെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റോ ഒരു ദോഷമോ നമ്മുടെ ഹെയറിനോ നമ്മുടെ സ്കാൽപ്പിനോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അത് കാരണം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കെമിക്കൽ ആയിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കറുപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കാം. അതിനായിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി ആവശ്യമായിട്ടുണ്ട്. തുരുമ്പ് എടുത്തിട്ടുള്ള ചീനച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ്. ഇരുമ്പിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, എന്നാലും തുരുമ്പെടുത്തതാകുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് തുരുമ്പ് എന്ന് പറയുന്നത് ഒരു തരം ആസിഡാണ്. ആ ഒരു തുരുമ്പ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നരച്ച മുടിയെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ തുരുമ്പിൻ്റെ ഈ ഒരു ആസിഡിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ തുരുമ്പ് എടുത്തിട്ടുള്ള ഈ ഒരു ചീനച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ആണി ഉണ്ടല്ലോ. ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഈ ഒരു ഇരുമ്പാണി ഹെയർ ഡൈ നമ്മൾ മുഴുവനും ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ ഞാൻ വഴിയേ കാണിക്കാം. ഇനി നമുക്ക് ഈ ഒരു തുരുമ്പ് പിടിച്ചിട്ടുള്ള ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആണ്. നമ്മുടെ കയ്യിലുള്ള, നിങ്ങൾ യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോഫി പൗഡർ ആണെങ്കിലും പ്രശ്നമില്ല. 2 ടേബിൾ സ്പൂൺ നിറച്ചും കോഫി പൗഡർ വേണം. കോഫി പൗഡർ നമ്മുടെ നരച്ച മുടിയെ നന്നായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് രണ്ടും പാടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്തെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കട്ട തൈരാണ്. കട്ട തൈരിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂൺ. അത് 2 ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ ആണ്. 3 ടേബിൾ സ്പൂൺ നമ്മുടെ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3ഉം പാടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം എണ്ണയും തൈരും ഒക്കെ ആയതുകൊണ്ട് തന്നെ കട്ടയായിട്ട് പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കാരണം തന്നെ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ നേരം നമ്മൾ ഇതങ്ങനെ അടച്ചു വെക്കണം. അടച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിന്റെ, ചീനച്ചട്ടിയുടെ ആ ഒരു ഇരുമ്പുണ്ടല്ലോ, ആ ഒരു തുരുമ്പ്, അതിന്റെ കണ്ടന്റും നമ്മുടെ കോഫി പൗഡറിന്റെ കണ്ടന്റും അതേപോലെ തന്നെ തൈരിന്റെ കണ്ടന്റും ഒക്കെ എല്ലാം പാടെ കൂട്ടി യോജിച്ച് അത് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഇതേപോലുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോർമലുള്ള പാത്രത്തിലേക്ക് ഈ ഒരു കൂട്ടി ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം ഇരുമ്പിൻ്റെ കണ്ടന്റ് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഇരുമ്പിൻ്റെ ആണി ഉണ്ടല്ലോ, ഒരു കഷ്ണം ആണി, തുരുമ്പ് പിടിച്ചിട്ടുള്ള ആണി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് 1/2 മണിക്കൂർ അടച്ചു വയ്ക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ ഹെയർ ഡൈ. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു കളറിലായിട്ടുണ്ടാവും. നോർമലി എല്ലാം തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും നമ്മുടെ ഹെയർ ഡൈക്ക്.
ഇരുമ്പ് ചേർത്ത് കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് ഒന്നും കൂടെ നമ്മൾ കൈകൾ യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. 1% പോലും കെമിക്കൽ അടങ്ങാത്ത ഒരു ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നരച്ച മുടി എനിക്കില്ല. എന്നിരുന്നാലും എൻ്റെ മുടിയിൽ തന്നെയാണ് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നല്ലതുപോലെ കോംബ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ വകച്ചലെടുത്ത് നമ്മുടെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതികളിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് വരാം. നിങ്ങൾ ഇപ്പോൾ കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുടി നിങ്ങളുടെ വെളുത്തിരിക്കുള്ളൂ. നിങ്ങൾ അത് കറുക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡൈ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളുടെ കറുത്തിരിക്കുന്ന മുടി പോലും വെളുത്തു പോകും. അതാണ് ഈ ഒരു കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് മുടി കറുപ്പിച്ചാലുള്ള ദോഷം. പക്ഷേ നമുക്ക് നേച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്ത് മുടി കറുപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ മുടി വളരാനും വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഡൈ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നല്ല രീതിക്ക് നമ്മൾ വകച്ചിലെടുത്ത് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാം. ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലും പാടെ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നല്ലതുപോലെ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരം ഇത് നമ്മുടെ മുടിയിൽ തന്നെ മാക്സിമം വെക്കണം. 1 മണിക്കൂറിന് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ മുടിയിൽ വെക്കാം. പക്ഷേ 1 മണിക്കൂർ നേരമെങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് താളി യൂസ് ചെയ്ത്, ഡോക്ടർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷാമ്പു യൂസ് ചെയ്യാതെ താളിപ്പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ താളിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തി നല്ലതുപോലെ അരച്ച് പിഴിഞ്ഞ് ആ ഒരു താളി നമുക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നില്ല. അത് കാരണം തന്നെ ഞാനും ഇത് ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയാൻ വേണ്ടി പറയുന്നില്ല. ഇനിയിപ്പോൾ ചെമ്പരത്തി ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഹെയർ ഷാമ്പു ഒരല്പം എടുത്ത് ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതേപോലുള്ള അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം രമ്യ.